ദൃശ്യമാധ്യമ രംഗത്ത് 25 വർഷം പിന്നിട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിജി തോമസ് അദ്ദേഹം ഇന്ന് വൈഡ്ലൻസ് ഇന്ത്യ എന്നൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് തൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. ഈ പിന്നിട്ട വർഷങ്ങൾ, 4 നൂറ്റാണ്ട് മാധ്യമപ്രവർത്തനത്തിൽ അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു. അത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും ഇനിയും വൈഡ്ലൻസ് ഇന്ത്യ എന്നൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അദ്ദേഹം തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പ്രേക്ഷകർ എന്താണ് അതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതിനായി അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്നേഹപൂർവ്വം ഫിജി ചേട്ടൻ എന്ന് വിളിക്കുന്ന ഫിജി തോമസുമായി ഒരു ഫ്ലോർ പങ്കിടാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടിസ്റ്റ് കൺഗ്രാജുലേഷൻസ്. ഹായ്, ഞാൻ വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആണ്. കാരണം നമ്മൾ മനോരമയിൽ പുലർവേള അല്ലേ, മോർണിംഗ് ഷോ എത്രയോ വർഷങ്ങൾ അത് ചെയ്തിരുന്നു. വളരെ വളരെ ഹിറ്റായി പോയ ഒരു പ്രഭാതങ്ങളായിരുന്നു എന്ന് പറയാൻ അല്ലേ. എനിക്ക് തോന്നുന്നു എത്രയോ പ്രഭാതങ്ങൾ നമ്മൾ മനോഹരമാക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എത്രയോ ഗസ്റ്റുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ പുതിയ പുതിയ സ്റ്റാർസ് നമ്മുടെ ഷോയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. എൻ്റെയൊക്കെ കരിയറിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഫിജി ചേട്ടൻ്റെ ഒപ്പമായിരുന്നു. എപ്പോഴും ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് ഫിജി ചേട്ടൻ എപ്പോഴും എന്നെ സംബന്ധിച്ച്. ഈ കൺഗ്രാജുലേഷൻസ് ഞാൻ പറയാനുള്ള കാര്യം, ദൃശ്യമാധ്യമ രംഗത്ത് 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ 4 നൂറ്റാണ്ട് പിന്നിട്ടിപ്പോൾ വൈഡ്ലൻസ് ഇന്ത്യ എന്ന ഒരു ഡിജിറ്റൽ സ്ഥാപനം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. വൈഡ്ലൻസ് ഇന്ത്യ എന്നൊരു സ്വപ്നം അല്ലേ. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു റീച്ച്? ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ 25 വർഷം, 4 നൂറ്റാണ്ട് ഒരേ പ്രൊഫഷനിൽ തന്നെ പിന്നിടുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ ഏത് പ്രൊഫഷനിൽ നിന്നാലും ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം മീഡിയയെ സംബന്ധിച്ച് എൻ്റെ ഒരു പാഷനായിരുന്നു. അത് വിട്ട് വേറൊരു ജോലിക്ക് ഒരിക്കലും ഈ കാലയളവിലോ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല. ആദ്യം തന്നെ മീഡിയയിലേക്കൊരു ജോബ് എന്നുള്ള രീതിയിലാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് കൈരളി, ജീവൻ TV, ജയ്ഹിന്ദ് TV, പിന്നെ മനോരമയിലാണ് വളരെ ദീർഘ വർഷങ്ങൾ ജോലി ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ ഒരു കരിയറിന് വലിയൊരു പങ്ക് വഹിച്ച അല്ലെങ്കിൽ ബ്രേക്ക് നൽകിയത് മനോരമ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. ഒരു മനോരമക്കാരൻ എന്നാണ് നമ്മൾ ഇപ്പോഴും അറിയപ്പെടുന്നത്. ഓക്കെ, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സ്ഥാപനത്തോടുള്ള നമുക്ക് കിടപ്പാട് വളരെ വലുതാണ്. പിന്നെ ഈ ഒരു പാഷൻ നിലനിർത്തി ഇങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ 25 വർഷം പിന്നിടുമ്പോൾ ഈ ഒരു പാഷൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. വേറൊരു വർക്ക് പോലും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മീൻസ് പ്രിന്റിൽ പോലും വർക്ക് ചെയ്തിട്ടില്ല, ഓൺലി വിഷ്വൽ മീഡിയ. അപ്പം പാഷൻ നിലനിർത്തുക എന്ന ആഗ്രഹം കൊണ്ടാണ് കാലം മാറുമ്പോൾ നമ്മളും കൂടെ മാറണമല്ലോ എന്നൊരു ചിന്താഗതിയാണോ സാറ്റലൈറ്റിൽ നിന്നും ഡിജിറ്റലിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് എത്തിയത്? അതെ, ഞാൻ തീർച്ചയായും സാറ്റലൈറ്റിൽ നിന്ന് മനഃപൂർവ്വം ഡിജിറ്റലിലേക്ക് പോകണം എന്ന് വിചാരിച്ചു പോയതല്ല. ഞാനൊരു സാറ്റലൈറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് എന്താ പറയാ, ഡ്രോപ്പ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഡിജിറ്റലിലേക്ക് എത്തപ്പെട്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ തീരുമാനം അല്ലെങ്കിൽ ആ എത്തിപ്പെടൽ ശരിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ കാലഘട്ടം തന്നെയാണ്. നമ്മളിപ്പോൾ വാർത്താ ചാനലുകളാണെങ്കിൽ കൂടെ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് മൊബൈൽ ഫോണിലൂടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്പേസ് കൃത്യം ഇനി ഡിജിറ്റൽ എറ തന്നെയാണ് ഇത്, AI കാലഘട്ടം. അപ്പോൾ എങ്ങനെ ഡിജിറ്റലിൽ വന്നു, അതിലെങ്ങനെ എക്സൈൽ ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡിജിറ്റലിൽ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നു. കാരണം പ്രേക്ഷകർ കൂടുതൽ ഡിജിറ്റലിലേക്കാണ് ഉള്ളത്. അപ്പോൾ പ്രേക്ഷകർ ഉള്ളിടത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായും അവരെവിടാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത് അവിടേക്ക് നമ്മൾ എത്തുക. അത്തരത്തിലൊരു ആശയമുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വൈഡ്ലൻസ് ഇന്ത്യ എന്നുള്ളൊരു പ്രൊജക്റ്റിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ മനോരമയ്ക്ക് ശേഷം കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്തെങ്കിലും, ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തെങ്കിലും ഇപ്പോൾ ജോബുണ്ട്, സാലറി ഉണ്ട്. പക്ഷെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് വളരെ കുറവായിരുന്നു. പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാമായിരുന്നു. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും, എന്നെ സംബന്ധിച്ചൊരു 13-14 മണിക്കൂറൊക്കെ ഒരു ദിവസം വർക്ക് ചെയ്യും.
കാരണം നമ്മളൊരു ചാനലിലെ തലപ്പത്തിരിക്കുമ്പോൾ അത്രയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഒരു 24 hours ആണല്ലോ. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഇപ്പൊ താങ്കൾ സംസാരിക്കുന്നതൊക്കെ ഒരു റിയാലിറ്റിയാണ് അല്ലെ. പ്രേക്ഷകർക്ക് പലർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. അവര് കാണുന്ന സമയത്ത് വാർത്ത അവതരിപ്പിക്കുന്നു, അതല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, ഉറക്കമുണ്ടോ, ഭക്ഷണമുണ്ടോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രാഥമിക പല ആവശ്യങ്ങളും നിറവേറ്റുന്നുണ്ടോ എന്ന് പോലും പലരും അറിയുന്നില്ല. അപ്പം താങ്കൾ പറയുമ്പോൾ അതൊരു വലിയ റിയാലിറ്റിയാണ് അല്ലെ. 14 മണിക്കൂറുകളൊക്കെ തുടർച്ചയായി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അതെ, നമ്മൾ ഓഫീസിൽ മാത്രം സ്പെൻഡ് ചെയ്യുന്ന സമയമല്ല അത്. നമ്മൾ ഓഫീസിലും അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഇരിക്കുന്ന സമയത്തായാലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എഡിറ്റോറിയൽ ഹെഡ് എന്ന നിലയിൽ നമുക്കൊരു 24 hours ആണ്. എപ്പോൾ വേണമെങ്കിലും ഓഫീസിൽ നിന്ന് കോൾ വരാം, അല്ലെങ്കിൽ നാളത്തേക്കുള്ള പ്രൊജക്ട് നമ്മൾ തയ്യാറാക്കുകയാവാം. അപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു ടൈം ഷെഡ്യൂളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തരത്തിൽ നമ്മളൊരു ടൈം ഷെഡ്യൂളില്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ല പലപ്പോഴും. അല്ലെങ്കിൽ പലപ്പോഴും പല മാനേജ്മെന്റ് സംവിധാനങ്ങളുമായി നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. പലരും ഒരു മീഡിയ പ്രാവീണ്യമുള്ളവരല്ല കൂടുതൽ ഈ ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് കുറവുണ്ട്, തീർച്ചയായും കുറവുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് യോജിച്ചു പോകാൻ പറ്റാതെ വരും. നമ്മുടെ പൊട്ടൻഷ്യൽ അവിടെ കാണിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എഫോർട്ട് എടുക്കാൻ നമുക്ക് തന്നെ തോന്നാതെ വരും. നമ്മുടെ ഒരു ചിലപ്പോൾ ഒരു മൊറയിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ പാഷൻ അവിടെ ഇല്ലാതായി പോകുമോ, അണഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കലും സ്വന്തമായിട്ടൊരു സ്ഥാപനം, ഡിജിറ്റൽ സ്ഥാപനം തുടങ്ങണം എന്നൊന്നും, അല്ലെങ്കിൽ ചാനൽ അങ്ങനെ അത്തരത്തിലൊന്നും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. എനിക്കൊരു നല്ല ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം, നല്ല ടീമിനൊപ്പം വർക്ക് ചെയ്യണം, അത്യാവശ്യം സാലറി വേണം, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ എന്തോ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ഞാൻ ഒരുപക്ഷെ ഈ ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് എത്തപ്പെട്ടത് വലിച്ചെറിയപ്പെട്ടതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. അതെ അതെ അതെ. അത് താങ്കളെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് വൈഡ്ലൻസ് ഇന്ത്യ എന്നൊരു സംരംഭം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ എന്താണ് പ്രേക്ഷകർ അതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും വൈഡ്ലൻസ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഒരു പാൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് അതിലുണ്ട് തീർച്ചയായും. അപ്പോൾ രാജ്യത്തിൻ്റെ ഗ്രോത്ത് നമ്മൾ പലപ്പോഴും ഈ വാർത്തകളുടെ തിരക്കുകൾക്കിടയിൽ നമുക്ക് പലപ്പോഴും പ്രേക്ഷകർക്ക് നഷ്ടമാകുന്ന ചില അറിവുകളുണ്ട്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്ന പൊളിറ്റിക്കൽ, അതല്ലെങ്കിൽ മറ്റ് സിനിമാ മേഖലകൾ, അതൊക്കെ അല്ലാതെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് അവർ ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ. തീർച്ചയായും. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആഗോള തലത്തിലുള്ള സംഘർഷങ്ങളും ഒക്കെ നടക്കുന്നു. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേഷൻ ഫസ്റ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, വെൽഫെയർ, അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് പ്രധാനമാണല്ലോ. ഇന്ത്യ എന്നുള്ള രാജ്യം നമ്മൾ എപ്പോഴും ആത്മാഭിമാനം കൊള്ളുകയാണ്. പോരാത്തതിന് ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനും കൂടിയാണ്. ഓക്കെ, അങ്ങനെയല്ല, ഞാൻ ഒരു പട്ടാളക്കാരൻ്റെ വൈഫ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതിനപ്പുറം എല്ലാവർക്കും അത് മാത്രമല്ല കേട്ടോ. ഇപ്പൊ നമ്മള് അവർക്ക് മാത്രമാണ് രാജ്യസ്നേഹം എന്നൊന്നുമല്ല, എല്ലാവർക്കും രാജ്യസ്നേഹമുണ്ട്, രാജ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, രാജ്യത്തിന്റെ ഒരു ഉന്നതി എങ്ങനെ സാധ്യമാകും, ഒരുപക്ഷെ അതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് തുറന്നു കാട്ടാനും നമുക്ക് മടിയില്ല. ഇപ്പൊ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാകുന്ന ഘടകങ്ങൾ രാജ്യത്ത് തന്നെ ഉണ്ടാവും. അത് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരും. എന്തായിരിക്കും ആ ഒരു പ്രോപ്പർ കണ്ടന്റ് എന്തായിരിക്കും എന്നുള്ളതൊന്ന് പറയാമോ? അതായത് ഇപ്പോ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനകൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളാവാം. ഇതൊക്കെ രാജ്യത്തിന്റെ വികസനത്തിന് എങ്ങനെ തടസ്സമാകുന്നു അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. അതെ അതെ അതെ. എന്തുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടന ഇപ്പോൾ താളം തെറ്റുന്നു, അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, ഒരു ഇക്കോസിസ്റ്റം എങ്ങനെ പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന് അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്ന ഘടകങ്ങളും നമ്മൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം തീർച്ചയായിട്ടും, അല്ലേ? അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ രാജ്യത്ത് കൂടുതൽ വികസനം ഉണ്ടാകണമെങ്കിൽ ഇൻഡസ്ട്രീസ് വളരണം, ബിസിനസ്
സ്ഥാപനങ്ങൾ വളരണം. അപ്പോൾ അത്തരത്തിൽ ഒരു ബിസിനസ്സിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളൊരു ആശയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നു. ഇപ്പോൾ AI കാലഘട്ടമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ടെക്നോളജി കൂടുതൽ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു അറിവ് ജനങ്ങൾക്ക് ഇല്ലാതെ പോകരുത്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ അറിവുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ അത് നല്ല കാര്യമാണ് എന്ന് തോന്നുന്നു. അത്തരത്തിൽ ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ ഒരു വല്ലാത്ത ഒരു തരം പൊളിറ്റിക്സിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് വേറെ, അല്ലെ? പൊളിറ്റിക്സ് ചർച്ച എന്ന് പറയുമ്പോഴും പൊളിറ്റിക്സ് ചർച്ച ചെയ്ത് പോകട്ടെ. പക്ഷെ രാജ്യത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ജനങ്ങളുടെ ആഗ്രഹം എന്താണ്, സമ്പദ്ഘടന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും രാജ്യത്തിന്റെ പോളിസി, മറ്റു രാജ്യങ്ങൾ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ വൈൽഡ് ലൈൻസ് ഇന്ത്യ എന്നുള്ളത് അതാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് തീരുമാനിക്കുകയാണെങ്കിലും അങ്ങനെ അത്തരത്തിലുള്ള കണ്ടന്റുകളാണ് തീരുമാനിക്കുന്നത്. കൂടുതൽ ബിസിനസ്സുകാരെ ഉൾപ്പെടുത്തിയുള്ള പോഡ്കാസ്റ്റുകളും ഒക്കെ ഇതിൽ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പുരോഗതി ആണ് സർവ്വമേഖലയിലുമുള്ള ഒരു ഗ്രോത്ത്, അതാണ് നമ്മുടെ ലക്ഷ്യം വെക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ വൈൽഡ് ലൈൻസ് ഇന്ത്യ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സാറ്റലൈറ്റ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ന്യൂസുകൾ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് വാർത്തകൾ എത്തിക്കാനുള്ള ഒരു നെട്ടോട്ടം. നമ്മുടെ ന്യൂസ് റൂംസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ, എപ്പോഴും ഒരു ബഹളമാണ്. എവിടുന്ന് ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു അപ്പോഴേക്കും റിപ്പോർട്ടറിനെ നമ്മൾ റെഡിയാക്കുന്നു, പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു ബിസി സ്കെഡ്യൂൾ അതിലുണ്ട്. അതിൽ നിന്നും ഡിജിറ്റൽ മാധ്യമ രംഗത്തേക്ക് മാറുമ്പോൾ ഒരു വ്യത്യാസം, അതെങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്? അത് ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടെ റെക്കോർഡിങ്, ഇത് ശരിക്കും റെക്കോർഡഡ് പ്രോഗ്രാം ആണല്ലോ. ശരിക്കും എനിക്ക് ഈ റെക്കോർഡഡ് പ്രോഗ്രാം എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. നമ്മളൊക്കെ ലൈവ് ആണ് കൂടുതലും മാനേജ് ചെയ്തിട്ട്. അതെ 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 അതിപ്പം ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഇപ്പൊ ഫസ്റ്റ് വാർത്ത വായിച്ചപ്പോ മുതൽ ലൈവ് ബുള്ളറ്റിനാണ് വായിച്ചത്. അപ്പോൾ നമുക്ക് അത്തരത്തിൽ അതാണ് എപ്പോഴും വഴങ്ങുന്നത്. റെഡി ക്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ, തട്ടേ കയറുമ്പോൾ മട്ടുമാറും എന്നതുപോലെ. പക്ഷെ ഒരു നമ്മളിപ്പോഴും ഒരു പ്ലാന്റ് നമുക്ക് തുടങ്ങാം, ഒരു ഇന്റർവ്യൂ എടുക്കാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് ഒരു തെറ്റ് വന്നാലും നമുക്ക് തിരുത്താനുള്ള ഒരു അവസരമുണ്ട്, റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. എന്നിട്ട് പോലും നമുക്ക് എന്താ പറയാ, ലൈവിനോടാണ് അത് അട്രാക്ഷൻ കൂടുതൽ. അതൊരു ത്രില്ല് തന്നെയാണ്. പ്രത്യേകിച്ച് മോർണിംഗ് ബാൻഡിലൊക്കെ ആയിരുന്നല്ലോ ഞാൻ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ മോർണിംഗ് ഷോ ഉണ്ടായിരുന്നു, അതിന് ശേഷമുള്ള മോർണിംഗ് ബാൻഡ്. ഇപ്പോൾ അന്നേരം പ്രൈം ബാൻഡൊക്കെ പ്രൈം ടൈമൊക്കെ ഈവനിങ് സമയങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് മോർണിംഗ് ബാൻഡൊക്കെ സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ പ്രൈം ടൈമായി മാറിയത്. അപ്പോഴും നമ്മൾ രാവിലെ വരുന്ന ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പത്രസമ്മേളനങ്ങൾ, ഇടിവെട്ട് പോലെ വരുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ എന്താണ് വരുന്നതെന്ന് പോലും അറിയില്ല. മാർച്ചുകൾ അതെ 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 നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഒരു വേർഡ് അല്ലെങ്കിൽ 2 വേർഡൊക്കെ ആയിരിക്കും. അതിൽ പിടിച്ചു നിൽക്കാനാണ് നമ്മളോട് പലപ്പോഴും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ആ ലൈനിൽ നമ്മൾ 2-3 മണിക്കൂർ വാർത്തകൾ ലൈവ് പോയിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ ആ ഒരുപക്ഷെ റിപ്പോർട്ടറെ കണക്ട് ചെയ്യാൻ വൈകും, അപ്പോൾ ലൈവ് കണക്ട് ചെയ്യാൻ വൈകും, ഒരു ഗസ്റ്റിനെ വിളിക്കാൻ വൈകും. പക്ഷെ അതിലിങ്ങനെ നിൽക്കുക, ഒരു സെന്റൻസ് കിട്ടിയാൽ അതിൽ ഉറച്ചു നിൽക്കുക. അതിലൊരു ലൈവ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് അതാണ്. തുടങ്ങി വെച്ച ഒരു ബ്രേക്കിംഗ് ന്യൂസ് അതിന്റെ ഒരു അവസാനത്തിൽ കൊണ്ട് എത്തിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കാലം മാറുമ്പോൾ നമ്മളും മാറേണ്ടിയിരിക്കുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ വേറൊരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ അത് തന്നെ വിഷ്വൽ മീഡിയ തന്നെയാണ്, കുറച്ച് സാഹചര്യങ്ങൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഡിജിറ്റൽ മാധ്യമ രംഗം എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു പ്രവർത്തന മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രേക്ഷകർക്ക് മൊബൈൽ ജസ്റ്റ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഏത് ചാനൽ കാണണമെന്നുള്ളത് വളരെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുകയാണ്. ബിക്കോസ് എനിക്കൊന്ന് ഏതൊരു വീട്ടിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു സാധ്യത ഇപ്പം അത്രയ്ക്കും വാതിലിങ്ങനെ തുറന്നു കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും യൂട്യൂബ്, ഒരു നല്ല മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു ഷൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തുടങ്ങാനുള്ള ഒരു സാഹചര്യവും ഉണ്ട്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഈ ഡിജിറ്റൽ മാധ്യമ രംഗത്ത് വന്ന് പൂട്ടിപ്പോയ ആൾക്കാരും നിരവധിയാണ്. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഈ വെല്ലുവിളി എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും അത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇപ്പോ ട്രാവൽ പോകുമല്ലേ, വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു എങ്ങനെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ
നന്നാക്കി കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഇപ്പോൾ ലൈവിൽ നിന്ന് ലഭിച്ച, ഇപ്പോൾ ലൈവ് വാർത്ത അല്ലെങ്കിൽ ലൈവ് പ്രോഗ്രാം അവതരണത്തിൽ നിന്നൊക്കെ ലഭിച്ച കുറച്ച് എക്സ്പീരിയൻസുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒരു ഡിജിറ്റൽ ചാനലിലേക്ക് കൊണ്ടുവരാം എന്നാണ് എൻ്റെ ഒരു ശ്രമം. ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പം നിലവിൽ കുറച്ച് ഷെൽഫ് ലൈഫുള്ള കണ്ടന്റുകൾ ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥിരമായ ഒരു ഫോർമാറ്റിലേക്ക് പോവുകയൊന്നുമല്ല. എല്ലാ ദിവസവും വ്യത്യസ്തമായി എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അത് തീർച്ചയായും എനിക്കൊരു കോൺഫിഡൻസ് തരുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ലൈവ് മോഡലിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു എന്താണ് കാര്യങ്ങൾ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു അതെ, നമുക്കൊരു ലൈവ് ചെയ്ത ഒരു ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടല്ലോ. അത് ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെ ഡിജിറ്റലിൽ ഇത് സംയോജിപ്പിക്കാം എന്നുള്ളതാണ്. അത്തരത്തിൽ മനസ്സിൽ പല ആലോചനകളുണ്ട്. ഇനി അത് നമുക്ക് കാര്യം ആൾക്കാരുടെ ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് റീച്ചും വ്യൂസും കൂടുന്നത്. ഓരോ കണ്ടന്റ് ഇടുമ്പോഴേ അറിയുള്ളൂ. കോണ്ടന്റ് ക്രിയേഷൻ വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്. മീൻസ് അവരത് ഇത്രയും ഡ്യൂറേഷൻ നമുക്കറിയാമല്ലോ, റീലൊക്കെ 3 seconds ഒക്കെ മാക്സിമം ആൾക്കാർ കാണുള്ളൂ എന്നുള്ളതാണ്. ശേഷം സ്കിപ്പ് ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആവണവരെ അത് മുഴുവൻ നീളം കാണിക്കാൻ, അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ റീലാണെങ്കിൽ അത് മൊത്തം കാണിക്കാൻ അവരെ നിർബന്ധിതരാക്കണം, പിടിച്ചിരുത്താനുള്ള എന്തെങ്കിലും. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലെന്തി വീഡിയോസ് എങ്ങനെ കാണും ആൾക്കാർ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ചലഞ്ച്, തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഡിജിറ്റലിലേക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിലും ഞാൻ അതിലേക്ക് നയിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. അതിന് എന്നോടൊപ്പം ഒരു ടീം ഉണ്ട്. ഇപ്പൊ ഞാൻ മാത്രമല്ല എന്നുള്ളത്, എനിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകാൻ എന്നോടൊപ്പം ഒരു വലിയ ടീമുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു പിന്തുണയും പ്രോത്സാഹനവുമാണ്. ഡെയിലി ഇപ്പോൾ ഞാൻ അവയറല്ലാത്ത സമയത്ത് ഞാൻ മറ്റു കാര്യങ്ങളിലായിരിക്കുമ്പോഴും എന്താ ചേട്ടാ മറ്റേ കാര്യം നമുക്ക് ശരിയാക്കണ്ടേ എന്ന് ചോദിച്ച് നമ്മളോട് അടുത്ത് നിൽക്കുന്ന കുറേ അധികം പേരുണ്ട്. ഇപ്പം നമ്മൾ 1-2 പേരുടെ പേര് പറയാൻ പറ്റില്ല, കാരണം അതുപോലെ ആൾക്കാർ നമ്മോടൊപ്പം. ഇപ്പം ഞാൻ ഈ ഇത്തരത്തിലൊരു ചാനല് തുടക്കം ഇടുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പല സുഹൃത്തുക്കളും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് വലിയ ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെയൊന്നും നടത്തിയിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. മീൻസ് മീഡിയയിൽ പ്രാവീണ്യമുള്ള ടെക്നീഷ്യൻസ്, ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് ജേർണലിസ്റ്റുകൾ. അപ്പോ അവരുടെ ഒരു ഞാനും അതിലൊരു അംഗമാണല്ലോ. എന്നോട് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആങ്കറിങ്ങിന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാനുള്ള ഒരു കാരണവും അതുകൊണ്ട് തന്നെയാണല്ലോ. ഇപ്പം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സുഹൃത്ത് ബന്ധത്തിൽ നമ്മളും പെടുന്നുണ്ട്. അതെ, അപ്പൊ ഞാൻ ആനോട് പറയായിരുന്നു, നമുക്ക് ഇതുപോലെ സാധനം ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒരു പോഡ്കാസ്റ്റ്, ഒരു ഇന്റർവ്യൂ ചെയ്യാം, നമ്മൾ നേരത്തെ മോർണിംഗ് ഷോയിൽ സംസാരിച്ചിരുന്നതുപോലെ സംസാരിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ആനത് വില്ലിങ് ആയി. പ്രത്യേക നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ, ഒരു ടിക്കിംഗ് ഫോഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ട്. പക്ഷെ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്, മീഡിയ ഫ്രണ്ട്സ് തന്നെയാണ് ഒരു ടിക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനും നയിക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്നത്. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഞാനത് സ്പാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ ഒരു കംഫർട്ടബിൾ സോണിൽ ഇരുന്നാൽ ആ സ്പാർക്ക് നമുക്ക് ഉണ്ടാവണം എന്നില്ല. നമ്മൾ കംഫർട്ടബിൾ സോണിലാണല്ലോ, നമുക്ക് മാസം സാലറി കിട്ടുന്നുണ്ട്, ഒരു നിശ്ചിത വരുമാനമായിരിക്കും, എന്നാലും അതിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് പോകുന്നു. ഇപ്പം ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവരവരുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തിറങ്ങി റിസ്ക് എടുക്കാൻ തയ്യാറായപ്പോഴാണ് അവർക്ക് വിജയം നേടിയതെന്നാണ്. പക്ഷെ അത് പെട്ടെന്നൊരു ദിവസം വരുന്ന വിജയമല്ലല്ലോ. പലപ്പോഴും പരാജയത്തിൽ കൂടെയും ബ്രേക്ക് ഡൗണിൽ കൂടെയും ഡൗൺസിൽ കൂടെയും പോയപ്പോഴായിരിക്കാം അവർ ആ ഒരു സക്സസ് എന്നൊരു പോയിന്റിലേക്ക് എത്തപ്പെട്ടത്, അല്ലേ? അപ്പം ഫിജിക്ക് എന്താണ് തോന്നുന്നത്, ഇപ്പം ഈ അത്തരത്തിലൊരു കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ്, ഇപ്പം ഈ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ എനിക്കും ഫീൽ ചെയ്തത് അതാണ്. അതായത് പല വലിയ മാധ്യമ സ്ഥാപനത്തിലും കംഫർട്ടബിൾ സോണിൽ ഇരുന്നതിന് ശേഷം പുറത്തേക്ക് വന്ന് ഡിജിറ്റൽ തുടങ്ങാൻ വലിച്ചിഴക്കപ്പെടുകയായിരുന്നു, അതായത് ഡിജിറ്റലിലേക്ക് എത്തപ്പെടുകയായിരുന്നു, അല്ലേ? അപ്പം അങ്ങനെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്ത് വന്നപ്പോഴായിരുന്നു ഈ ആശയം വന്നത്, ഈ വൈഡ് ലെൻസ് ഇന്ത്യ. കംഫോർട്ടബിൾ സോണിൽ നിന്ന് തന്നെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം, ഇപ്പോൾ
മനോരമയിൽ ഞാൻ ജോലി ചെയ്ത സമയങ്ങൾ എനിക്കൊന്ന് 16 വർഷത്തിന് മുകളിൽ ഞാൻ മനോരമയിൽ ഉണ്ടായിരുന്നു. അതിനു മുമ്പും ചാനലുകളിൽ വർക്ക് ചെയ്തിരുന്നു. അതും എനിക്ക് കംഫർട്ട് സോൺ ആയിരുന്നു. അതും അവിടെയും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടാണ് അവിടെയും ഇപ്പൊ ജീവനും ജയ്ഹിന്ദും ഒക്കെ ആയിരുന്നെങ്കിലും കേരളി അവിടെയൊക്കെ ആയിരുന്നെങ്കിലും അന്നത്തെ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ടായിരുന്നു. ഒരു സംവിധാനം, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മനോരമ നമുക്ക് തന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടുന്ന് കിട്ടിയൊരു കംഫോർട്ട് ഉണ്ട്. നമ്മളെങ്ങനെ ഒരു വളരെ പ്രൊഫഷണലിസം ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുശേഷം ആ സിസ്റ്റം ഇല്ലാത്ത അത്തരം മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. അപ്പോൾ അതാണ് എന്നെ അസ്വസ്ഥനാക്കിയിരുന്നത്. തീർച്ചയായും ഞാൻ സാലറി ഉണ്ട്, ജോബ് ഉണ്ട്, പക്ഷെ ഞാൻ അസ്വസ്ഥനായിരുന്നു. എങ്ങനെ നമ്മുടെ എന്താ പറയാ ഉറക്കം നശിക്കുന്ന അവസ്ഥ പോലും തീർച്ചയായും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ. ഇപ്പൊ വീട്ടിൽ നിന്നൊരു മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള യൂട്യൂബ് നടത്തുന്നുണ്ട്. അപ്പോൾ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പിന്നെ നമുക്ക് ആലോചിക്കാം, സീരിയസ് ആയി ആലോചിക്കാം എന്ന് ഞാൻ മറുപടി കൊടുത്തു തുടങ്ങി. പിന്നെ ഞങ്ങൾ അതിലേക്ക് എത്തപ്പെടുകയായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അതിന് ഇപ്പോഴും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നയിക്കുന്നത്. ഒരാണെങ്കിൽ ഇതിനെ ഗൈഡ് ചെയ്യുന്നെന്ന് പറയാം. വൈഡ്ലൈൻസ് ഇന്ത്യ എന്ന ഒരു ഡിജിറ്റൽ സ്ഥാപനവുമായി ഇപ്പോൾ ഈ ഒരു പുതിയ ഡിസിഷൻ ഉണ്ടല്ലോ, അതിലേക്ക് എത്തുക എന്നുള്ളൊരു ഡിസിഷൻ, അതിലേക്ക് എത്തിയതൊരു നമ്മൾ മുമ്പ് സംസാരിച്ചതുപോലെ ഒരു 1/4 നൂറ്റാണ്ട് ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിച്ച ഒരു അനുഭവ സമ്പത്ത് ഉള്ളതുകൊണ്ടാണ്. ഫിജി തിരിച്ചു നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ കൂടുതലും മനസ്സിലേക്ക് എത്തുന്നത്? വിഷ്വൽ മീഡിയയിൽ സംതൃപ്തനായിരുന്നു? കാരണം ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെ എനിക്കൊരു സ്പേസ് കിട്ടിയിരുന്നു. തീർച്ചയായും ഒരു സ്പേസ് കിട്ടിയിരുന്നു. അതെ, ഇല്ലാത്തടത്ത് ഞാൻ സ്പേസ് ഒപ്പിച്ചെടുത്തിരുന്നു. അതും വേണമല്ലോ. അല്ല, ഇപ്പം എനിക്കൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത് രാവിലെ പലപ്പോഴും ബ്രേക്കിംഗ് ന്യൂസുകൾ വരും. ആ സമയത്ത് മെയിനായിട്ട് നിന്നിരുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സീനിയർ ആയിട്ടുള്ള ഫിജി തോമസ് എന്ന ഫിജി ചേട്ടനും അതല്ലെങ്കിൽ നമ്മുടെ ഗോപി ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ 2-3 പേരായിരുന്നു രാവിലെ, വീണ ചേച്ചി, അങ്ങനെ 2-3 പേരായിരുന്നു സ്ഥിരമായിട്ട് സീനിയേഴ്സ് എന്ന രീതിയിൽ ഏതൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നാലും നിങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മോർണിംഗ് ഷിഫ്റ്റിൽ ഇടുന്നവർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം തന്നെയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ വീണയായാലും ഇതുപോലെ തന്നെ നമ്മൾ കോംബോ ആയിരുന്നു. വീണയും ഞാനും ഒരുപാട് പുലർവേളകളിലും മോർണിംഗ് ഷോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനും അങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ പറയാ ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ട് പോയിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ തന്നെ സംതൃപ്തനാണ്. കാരണം നമ്മുടെ ഒരു പാഷൻ ആ ഫീൽഡിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഡീൽ ചെയ്യുമ്പോൾ ഉള്ളൊരു സംതൃപ്തി, അതൊന്നും നമുക്ക് വേറൊരു രീതിയിൽ കിട്ടില്ല. എന്താ പറയുക, ഒരു വാർത്ത നമ്മൾ എങ്ങനെ ലൈവിൽ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ ഗസ്റ്റിനോട് എങ്ങനെ ചോദിച്ചു, അതൊക്കെ വളരെ പോസിറ്റീവാണ്. നമുക്ക് റിസൾട്ട് അപ്പം തന്നെ കിട്ടുമല്ലോ. അതിൻ്റെ ഒരു അത് വളരെ സംതൃപ്തമായ കാര്യമാണ്. പിന്നെ എന്താ പറയാ, ഇപ്പോ പ്രേക്ഷകർക്ക് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് പലരും പറയുന്നുണ്ട് നന്നായിരുന്നു കേട്ടോ, വാർത്താ അവതരണം നല്ലതാണ്, അല്ലെങ്കിൽ പല രീതിയിൽ അവർ പോസിറ്റീവായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് പറയുന്നു. അവർ ജനങ്ങളുടെ ഒരു പ്രചോദനം പ്രേക്ഷകര് നന്നായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് തരും. പിന്നിപ്പോ വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് അംഗീകാരങ്ങളും അവാർഡ് രീതിയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മികച്ച വാർത്താ അവതാരകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച ബിസിനസ് റിപ്പോർട്ടർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എനിക്ക് വ്യത്യസ്തമായി തോന്നുന്ന ഒരു അവാർഡ്, അതായത് മികച്ച കമന്റേറ്റർ ഔട്ട് ഓഫ് വിഷൻ, വോയിസ് ഓവർ. ഓക്കെ അതിൽ ഡോക്യുമെന്ററി സൈഡിൽ. അപ്പോൾ അങ്ങനെ 3 വ്യത്യസ്ത തലത്തിലുള്ള സ്റ്റേറ്റ് അവാർഡ്. അത് 3ഉം ഈ മീഡിയക്ക് അനുയോജ്യമായ ഒരു അംഗീകാരം. 3 സെക്ഷനാണല്ലോ അത്, വോയിസ് ഓവറും ന്യൂസ് പ്രസന്റേഷനും അതുപോലെ ബിസിനസ് റിപ്പോർട്ടിങ്ങിനും. അപ്പൊ അതെനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. സന്തോഷം മീൻസ് അതുണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ.
പിന്നെ എല്ലാവരുമായിട്ടും നന്നായിട്ട് ഇടപെട്ട് പോകുക, ആരെയും വെറുപ്പിക്കാതിരിക്കുക. നിലവിൽ ശത്രുക്കളൊന്നും ഇല്ല എന്നാണ് വിചാരം. അറിവ് ഇനി ഉണ്ടോന്നറിയില്ല. അങ്ങനെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ആരുടെയും എന്താ പറയാ കുറ്റമൊന്നും പറയാതെ ഞാൻ അങ്ങനെ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ തമാശക്ക് എന്തെങ്കിലും മുഖത്ത് നോക്കി നേരിട്ട് പറയും. ഇപ്പൊ ഞാനോട് നമ്മളൊക്കെ എന്താ തമാശ പറയുന്നത്, മാറുന്ന എന്തിനെ കുറ്റം പറയുന്ന സ്വഭാവം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ആരുടെയും ഇങ്ങനെ കുറ്റമൊന്നും പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും. പിന്നെ എല്ലാവരും ഓരോ പ്രൊഫഷണൽ അല്ലേ. ഒരു പ്രൊഫഷൻ ആകുമ്പോൾ നമ്മള് ഒരു കോമ്പറ്റീഷൻ, ഓഫീസിനകത്ത് തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇപ്പൊ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന്, മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ളൊരു കോമ്പറ്റീഷൻ വളരെ രീതിയിൽ ഉണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോ നമ്മളെവിടെ കിടത്താതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളോടും ഒരു കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി വേണമല്ലോ, എന്നാലല്ലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അതെ 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 അതെ. അപ്പോ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇഷ്ടമുള്ള ജോലി ചെയ്യുക എന്നതിനപ്പുറം വേറെ എന്ത് സന്തോഷമാണ് വേണ്ടത്. നമുക്ക് മണിയൊക്കെ ഒരു സെക്കൻഡറി ആയിട്ട്, തീർച്ചയായിട്ടും മണി ക്യാഷ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇപ്പൊ ഞാൻ ബിസിനസ്, എക്കോണമി ഒക്കെ, ഫിനാൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അറിയാം. അതിനു വേണ്ടി ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എങ്ങനെയും ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന മാർഗങ്ങളെ കുറിച്ചൊക്കെ അറിയാം എനിക്ക്. എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പലരും ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ, ഒരു പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ, അതൊക്കെ വേണം. പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് ഒന്ന് കണ്ടെത്തണം. ചലഞ്ചിങ് ആണ്. ഇപ്പൊ സ്വന്തമായി ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ കുറ്റം പറയാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കും. ഞാൻ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങി കഴിയുമ്പോൾ, ഞാൻ മീൻസ് എൻ്റെ ടീം ഒരു സ്ഥാപനം തുടങ്ങി കഴിയുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഡീൽ ചെയ്യാൻ പറ്റണം, അല്ലേ? അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിങ് ഇഷ്യൂ. അത് തന്നെയാണ്. എല്ലാവരും സപ്പോർട്ടുണ്ട്. പോസിറ്റീവായ ഒരു സപ്പോർട്ട് ആകുമ്പോൾ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം, അല്ലെ? നമ്മുടെ വ്യൂവേഴ്സ് ഇരു കൈയും നീട്ടി വൈറ്റ് ലൈൻസ് ഇന്ത്യയെ സ്വീകരിക്കുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ദൃശ്യമാധ്യമ രംഗത്തെ 25 വർഷത്തെ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഫിജി ചേട്ടൻ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അതിന് ലഭിച്ച ഒരു സ്വാതന്ത്ര്യം, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പം ആ ഒരു സെയിം പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു 25 വർഷം പിന്നിട്ട് അതിൽ തന്നെ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജൂലൈ 10th, അതായത് ഇന്നത്തെ ദിവസമാണ് നമ്മൾ ഈ ചാനൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ ജൂലൈ 10th എന്ന് പറഞ്ഞാൽ എന്റെ ബർത്ത്ഡേ കൂടിയാണ്. ആൻഡ് ഫ്രീ ആയിട്ട് ഇപ്പോൾ വിഷ് ചെയ്യാനുള്ള അവസരമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഇത് അറ്റ് ദ സെയിം ടൈം അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട്, നമുക്ക് ഒരു മംഗളദിനമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ അതെ. നമ്മുടെ വ്യൂവേഴ്സ് അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ച് നിമിത്തങ്ങളായി കാണാം. അതെ, എല്ലാം നമുക്കൊരു അതെ 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 വരാനുള്ളതെല്ലാം നല്ലതിന് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ നമുക്കിത് തുടങ്ങാം. അതെ, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹാർട്ടിസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, വളരെ നന്ദി. നമ്മൾ വീണ്ടും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതിന്, കാണാൻ സാധിച്ചതിനും ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിനൊക്കെ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.